ഇവിടെ പുരോഹിതന്മാർ പെട്ടെന്ന് വഹിക്കുമ്പോൾ സാധാരണ വിശ്വാസികൾ എന്താണ് ഇത്ര 2000 അകലം മാറി നിൽക്കും. നമ്മൾ ഓരോരുത്തരും എന്താണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ വിശ്വാസങ്ങൾ നമ്മളെ എല്ലാവരും ദൈവം എന്താണ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗ്ഗം. വായിക്കും നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരും. നമുക്ക് 2 അഭിഷേകമാണ്. 2 അഭിഷേകം. ഒരു പുരോഹിതനും ഒരു രാജാവ് ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് ആ സ്ഥാനത്താകണമെങ്കിൽ പ്രത്യേകമായ അഭിഷേകം അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പുരോഹിതനും രാജാവിനും. 2 അഭിഷേകം. നമുക്ക് ആ അഭിഷേകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അഭിഷേകത്തിന് ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനമില്ല. അഭിഷേകത്തിന്റെ ശക്തി അത് അവിടെ ഇരിക്കട്ടെ, അത് മറ്റൊരു വലിയ വിഷയമാണ്. അവിടെ പോകുമ്പോൾ ഈ വഴിക്കെന്താണ് നിങ്ങൾ പോയിട്ടില്ല. അപ്പൊ പോകാത്ത വഴികളിലൂടെ പോവുകയാണ്. ചെയ്യാത്തമായ ഒരു പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ്. അറിയാത്തതായ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കും. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ സഹിഷ്ണുതയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം നമ്മൾ അതിൽ വചനത്തിൽ നിലനിന്ന് വചനത്തിനായി ജാഗരിച്ച് നാം പോകുമ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവമായ കർത്താവ് വ്യത്യാസം വരും. നമ്മൾ തിടുക്കപ്പെടേണ്ട. നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിനായി കാത്തിരിപ്പാനുള്ള സഹിഷ്ണുത നമുക്ക് വേണം. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനാ വീരന്മാരുടെ പട്ടികളെല്ലാം എബ്രായത്തിലും വിഷ്ണുമാരുടെ പട്ടികളോട് എഴുതിക്കുന്നു. അടുത്ത പുസ്തകത്തിൽ അത് രോഗികൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ സഭയിൽ കൂട്ടുവിശ്വാസികളിൽ ഒരു രോഗി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നെല്ലാം നമ്മുടെ അപ്പോസ്തലനായ യാക്കോബ് അത് ആ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം എഴുതി വരുമ്പോൾ വിശ്വാസികളുടെ അല്ലെങ്കിൽ അത് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു. ആരെ കുറിച്ചാ? ഏലിയാവിനെ കുറിച്ച്. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കളാണല്ലോ. ഇത് പ്രാർത്ഥനാ യോഗമാണല്ലോ. ഏലിയാവ് നമുക്ക് സ്വഭാവം. നമ്മളെന്നാലും ഏലിയാവിന് അത്ര ശക്തന്മാരൊന്നുമല്ല. അവിടെ പറയാൻ കാരണം ഭയം ഏലിയാവിനുണ്ടായിരുന്നു. ഏലിയാവിന് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഏലിയാവിന് വെല്ലുവിളി ഉണ്ടായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ ഏലിയാവിനുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ അതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ ആരും ഏലിയാവിന് വലിയ പ്രാർത്ഥനക്കാരല്ല. യാക്കോബ് നമ്മൾ അങ്ങനെ ആവണമെന്നാണ് പറയുന്നത് കാര്യം. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ദൈവം ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഒളിച്ചിരിക്കയില്ല. ഏലിയാവിന് പറയാം, നീ ആഹാബിന്റെ മുമ്പിൽ പോയി നിന്നെ തന്നെ വെളിപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ പറയാൻ പറയുമ്പോൾ ഏലിയാവ് പറയും, പോയി ഇരിക്കാൻ പറയുമ്പോൾ പോയിരിക്കുന്ന ആരുണ്ട്. പലപ്പോഴും നമുക്ക് ആ ഒരു നിർദ്ദേശം വേണ്ട നിലയിൽ അത് ലഭിക്കാത്തതാണ് ദൈവമക്കളെ പരാജയമായിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഹിതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഏലിയാവിനെ കുറിച്ച് പെട്ടെന്ന് അത് 17-ാം അധ്യായം തുടങ്ങുന്നെങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അത് എത്ര നാളുകളാണെന്നോ ഒന്നും ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. ഒരു സുപ്രാത്തിൽ ഓടി വന്ന ആളല്ല. നമുക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അറിയാവുന്ന അദ്ദേഹം ഒരു സുപ്രാത്തിൽ ഓടി വന്ന് അത് ആ പാപികളോട് മാനസാന്തരപ്പെടുന്ന പ്രസംഗിച്ച മനുഷ്യനല്ല. അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിൽ ഈ സ്നാനം എങ്ങനെയുണ്ടായി? അദ്ദേഹം പറയാം, മരുഭൂമിയിൽ വെച്ച് എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഈ മാനസാന്തര സ്നാനം ഇസ്രായേൽ മക്കളുടെ നടന്നതേ ഇല്ല. അതുവരെ ഉണ്ടായിട്ടില്ല. മറ്റു സ്നാനങ്ങൾ പലതും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ ആചാരപ്രകാരമുള്ള മറ്റ് പല കഴിവുകളും ഉണ്ടായിരുന്നു, പല ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് മാനസാന്തരം ഉണ്ടാവുക, പാപബോധം ഉണ്ടായിട്ട് താങ്കൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോഹന്നാന്റെ കൈക്ക് സ്നാനമിടുന്ന അനുഭവം ഇതാ എവിടെ നിന്നുണ്ടായി? ഇദ്ദേഹത്തിന്റെ വാക്ക് ജനങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്ക് സ്നാനം ഏൽക്കുവാനായിട്ട് അനേകങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അനേകർ പറയാണ്, തങ്ങൾ തന്നെ അവരുടെ അനുഭവ സാക്ഷ്യം പറയാണ്, അവർ യോഹന്നാന്റെ കൈക്ക് സ്നാനം ഏറ്റുകൊണ്ട് അവർ തങ്ങളെ തന്നെ എന്താണ് അത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ അത് മഹത്വത്തെ അവർ കീർത്തിച്ചു, നീതീകരിച്ചു എന്നൊക്കെയാണ് വായ്പേണ്ടത്. ഞാൻ സന്ദർഭം പറയുകയാണ്. ആ വാക്ക് നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. അങ്ങനെ വിട്ടുപോകും ശരിയല്ലോ, വെറുതെ പറഞ്ഞ കാര്യമില്ല. വചനം എടുക്കാം. 1-ാം അധ്യായത്തിലെ ആ സ്നാനം, ജനങ്ങൾ യോഹന്നാന്റെ കൈക്ക് സ്നാനം ഏൽക്കാൻ വരുന്ന ആ സംഭവം നമുക്ക് പെട്ടെന്ന് വായിക്കാം. 1-ന്റെ നമുക്കെല്ലാവർക്കും അവന്റെ കൈയാ സ്നാനമേറ്റ് ജനം ദൈവത്തെ പുകഴ്ത്തുന്ന ഭാഗമുണ്ട്. ലൂക്കോസ് 3-ാം അധ്യായത്തിലെ 7-ാം വാക്യം അത് വായിക്കാം.
ലൂക്കോസ് 3:7. അവനാൽ സ്നാനം ഏൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. എബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന്റെ ദാസന് ഈ കല്ലുണ്ടായത് രണ്ടാമത്തെ വാക്യത്തെ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു. അന്നാഫും കയ്യഫാവും മഹാപുരോഹിതന്മാരും ഇരിക്കും കാലം സക്രിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ സ്നാനം എന്ന് പറയുന്നത് ഒന്നാമത് ദൈവത്തിന്റെ ദാസന് ഉണ്ടായത് തന്റെ തോന്നലല്ലായിരുന്നു. സക്രിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്നു പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. അങ്ങനെ അവർ യോഹന്നാന്റെ കൈക്ക് സ്നാനമേറ്റപ്പോൾ അവർ ദൈവത്താൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി പോയതായിട്ട് നമുക്ക് മറ്റു ഭാഗമാണ്. അത് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ ഈ സംഭവം അല്ലെങ്കിൽ സ്നാനത്തെ കുറിച്ച് താൻ മറ്റാരെങ്കിലും ചെയ്ത് പറഞ്ഞില്ല. ദൈവം പറഞ്ഞ് താൻ മരുഭൂമിയിലായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന ശുശ്രൂഷ വ്യക്തിയല്ല. ഹാലിയ ഏലിയാവെന്ന് പറയാൻ വേണ്ടി ഇത് മാത്രമാണ്. യോഹന്നാൻ മരുഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ചില ശുശ്രൂഷകൾക്ക് മുമ്പേ മരുഭൂമിയുടെ അനുഭവം പ്രാർത്ഥിച്ചിട്ടും അത് ഒന്നും നടക്കുന്നില്ല, ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതായ ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വരും. ഹാലിയ എന്നാലും നമ്മൾ നമ്മുടെ സഹിഷ്ണുത വിടരുത്. നമ്മുടെ വിഷയം ഹാലിയ സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തുകൊണ്ട് ഭൂതലത്തിൽ എങ്ങും വരാനുള്ള പരീക്ഷ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ എന്താണ് അത് കാക്കും. അതാണ് വിഷയം. ഹാലിയ മറ്റുള്ളവർ അത് ഹാലിയ അവർ അവിടെ എവിടെങ്ങളിൽ പോയി അവരുടെ പ്രാർത്ഥന ആലയങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും ഹാലിയ അവരുടെ ജീവിതത്തിൽ ഒരു ഉറപ്പോ ഒരു ധൈര്യമോ ദൈവത്തിൽ നിന്ന് അവർക്കൊരു വാഗ്ദത്വം ലഭിക്കാതിരിക്കുമ്പോൾ, ദൈവികമായ വാഗ്ദത്വം ലഭിച്ചിരിക്കുന്ന നമ്മൾ തിടുക്കപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിനായി നാം കാത്തിരിക്കുമ്പോൾ ഹാലിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്നാണ് പറയാൻ വന്നത്. സഹിഷ്ണുത വേണം. ദൈവത്തിന്റെ വചനം അത് നിവർത്തിക്കാൻ തക്കണം. നമ്മൾ അത് അതിനുവേണ്ടി ഒന്നും അത് ഹാലിയ എടുത്തു ചാടേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി വലിയ അത് ഹാലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഹാലിയ നമ്മൾ എന്താണ് കാത്തിരുന്നാ മതി. ഒരു ചിത്രശലഭം അതിന്റെ കൂട്ടിൽ നിന്ന് പുറത്തു വന്നു വർണ്ണശബളമായ അതിന്റെ ചിറകുകൾ വിടർത്തി അത് പറക്കുന്നതിന് മുമ്പായിട്ട് അത് ഹാലിയ ഇരിക്കുന്ന സന്ദർഭം നമുക്കറിയാമല്ലോ. അതൊരു പുഴുവായിട്ടാണ്, കേവലം ഒരു ഒഴിവായിട്ടായിരിക്കുന്നത്. അതിന് സമാധി എന്നാണ് നമ്മൾ പഠിക്കാനുള്ള ചെറുപ്പത്തിൽ നമുക്ക് അത് പഠിക്കാനുള്ള ഒരു ഇതാണ് ഹാലിയ. അതിന്റെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ അല്ലെങ്കിൽ അത് ഇലയുടെയോ ഒക്കെ അത് ഉള്ളിൽ കൂടിവെച്ച് അത് ഇരിക്കുമ്പോൾ ആ പുഴു പുറത്തേക്ക് വരണമെങ്കിൽ എന്താണ് അത് പെട്ടെന്ന് വരാൻ പറ്റുമോ? നമ്മൾ അതിനെ ഒന്ന് സഹായിച്ച് ആ പുഴു അകത്തുനിന്ന് അതൊരു പാവപ്പെട്ട ജീവിയാണല്ലോ, അതിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ഒരു ബ്ലേഡോ ഒരു കത്തിയോ എടുത്തിട്ട് അത് സമാധി ഇരിക്കുന്ന ആ കവചം അത് പൊട്ടിച്ച് പുറത്തിട്ട് എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും പ്രാണിയോ അല്ലെങ്കിൽ എറുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നാണ് ഇത് പൊതിന് അല്ലെങ്കിൽ കുരുവി എന്നതിന് ഒറ്റയെടുത്ത് പോവുകയുള്ളൂ. മറിച്ച് ഈ സമാധി ഇരിക്കുന്നതായ ആ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് അത് ഒത്തിരി യജ്ഞം ചെയ്യുന്നു. ഹാലേശ്വരം മനസ്സിലായോ? ഒരു പശപ്പുള്ളായ ഒരു അവസ്ഥയല്ല ഈ ഇതിരിക്കുന്നത്. ഹാലേശ്വരം അപ്പൊ പശയുള്ള ഒരു കൂട്ടിലുമാണ് ഈ ചിത്രശലവും മുട്ടയിട്ട് വെച്ചിരിക്കുന്നത്. ഹാലേശ്വരം അത് മുട്ട വിരിഞ്ഞ് പുഴുവായി പുറത്തു വരുന്നതിന് മുമ്പ് അതെന്തറിയോ അതിന് ശരീരത്തിന് ഉപദേശം പശയാണ്. ഹാലേശ്വരം അത് ആ ഇരിക്കുന്നതായ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒത്തിരി ശ്രമിക്കണം. ശ്രമിച്ച് അതിന്റെ ശരീരത്തിൽ നിന്നാണ് ശരീരം ഈ കൂടിന്റെ വക്കിൽ തൊട്ട് അതിന് പശ എന്താണ് ഉരസി പശയല്ല, അതൊരു അഭ്യാസമാണ്. അവിടെ എന്താണ് ആ സമാധി ഇരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു യജ്ഞ മേഖലയാണ്. ഹാലിസോ അത് ഒരു പെട്ടെന്ന് മുട്ട വിരിഞ്ഞ് പെട്ടെന്ന് സുപ്രാന്തം ചിറക് വെച്ചിട്ട് പോവില്ല. അതിന് ചില കടമ്പകളുണ്ട്. ഹാലിയ ചില ഹാലിസോ ഹാലിയ ചില പ്രവർത്തനപരമായ ചില മേഖല അവിടെ ഉണ്ട്, ചില പരിമിതികളും അതിനവിടെ ഉണ്ട്. ഹാലിയ വളരെ ആയാസപ്പെട്ട് ആ ചെറിയ ജീവിയാണ് അത് വളരെ ആയാസപ്പെട്ട് ഹാലിയ അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പേ അത് ആ കൂട്ടിലിരുന്ന് വലിയ അത് ഹാലിയ സാഹസമാണ് അവിടെ. നമ്മള് മനുഷ്യ ദൃഷ്ടി നോക്കുമ്പോൾ സാഹസപ്പെടുകയാണല്ലോ, അതിനെ സഹായിക്കാൻ നമ്മൾ ചിന്തിച്ചു പോകും. അല്ല, പലപ്പോഴും ഇങ്ങനെ ദൈവമക്കൾ ദൈവാസമ നമുക്ക് വരുന്ന അവര് കഷ്ടപ്പെടുന്നു, അവരെ പോയി നമുക്ക് സഹായിക്കുന്നല്ലാണെങ്കിലും ചില ജീവിതങ്ങൾ ചില വ്യക്തികൾ അവരെ അത് കർത്താവിന് വേണ്ടി കൊള്ളാകുന്നവരായി അവർ തെളിഞ്ഞു പറയേണ്ടതിന് അവരുടെ ജീവിതത്തിൽ ഹാലിയ ചില വേദനകള്, ചില പ്രയാസങ്ങള്, ചില കഷ്ടങ്ങള് അത് അവരുടെ ജീവിതത്തിൽ അവരെ അഭ്യാസം തികഞ്ഞു അത് നമുക്ക് പലപ്പോഴും അറിയില്ല. ഹാലിയ ഞാനും നിങ്ങൾക്ക് കേൾക്കും എന്നെ അവർ അറിയുന്നില്ലല്ലോ,
എന്നൊക്കെ വേണ്ടി അവർ കരുതുന്നില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് നമുക്ക് പലപ്പോഴും വരുന്നത്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ മനസ്സിലാക്കി